ഡോക്ടർ രജത് ആർ എഴുതിയ ബോഡി ലാബ്. ഓസ്റ്റിയോജെൻസിസ് ഇംപെർഫെക്റ്റ് എന്ന രോഗാവസ്ഥയോട് പൊരുതി MBBS പഠനം പൂർത്തിയാക്കിയ ഒരു റിയൽ ലൈഫ് പേഴ്സണെ ഇൻസ്പയർ ചെയ്തിട്ടാണ് രജത് സാർ ബോഡി ലാബിൽ ഡോക്ടർ അഹല്യയെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഓസ്റ്റിയോജെൻസിസ് ഇംപെർഫെക്റ്റ? ഈ രോഗാവസ്ഥയിലുള്ളവർക്ക് ജന്മന അസ്ഥികൾക്ക് ബലം കുറവായിരിക്കും. ഒന്ന് കാല് തെറ്റി വീണ് കഴിഞ്ഞാൽ അസ്ഥികളെല്ലാം ഒടിഞ്ഞു നുറുങ്ങി കിടപ്പിലായി പോകാൻ വരെ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥ. അതുകൊണ്ട് തന്നെ ഓർത്തോപീഡിക്സിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി എടുക്കണമെന്നായിരുന്നു ഇതിലെ ഡോക്ടർ അഹല്യയുടെ ആഗ്രഹം. എന്നാൽ ആദ്യത്തെ PG എൻട്രൻസിൽ വിചാരിച്ചത്ര മാർക്ക് നേടാൻ അഹല്യയ്ക്ക് സാധിച്ചില്ല. മാത്രമല്ല, പെട്ടെന്നുള്ള അമ്മയുടെ മരണം കൂടി ആയപ്പോൾ തുടർന്നുള്ള എൻട്രൻസ് പഠനം പൂർത്തിയാക്കാനായിട്ട് ഒരു ജോലി അത്യാവശ്യമാണെന്നുള്ള കാര്യം അവൾ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് DK ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അനാട്ടമി ഡിപ്പാർട്ട്മെന്റിൽ ലെക്ചറായിട്ട് അഹല്യ ജോയിൻ ചെയ്യുന്നത്. അവിടുത്തെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്ക് അനാട്ടമി ലാബിലെ ഫീമെയിൽ കടാവറിനെ പ്രാക്ടിക്കൽ ക്ലാസ് എടുക്കുക എന്നതായിരുന്നു അഹല്യയെ ഏൽപ്പിച്ച ആദ്യത്തെ ഡ്യൂട്ടി. അവിടെ വെച്ചാണ് അഹല്യയുടെ ജീവിതം മാറിമറിയുന്നത്. ഹോസ്പിറ്റൽ രേഖകളിലുള്ള ആ ഫീമെയിൽ കടാവറിന്റെ മരണകാരണങ്ങളും പ്രാക്ടിക്കൽ ക്ലാസ് സമയത്ത് നോട്ട് ചെയ്ത ചില കാര്യങ്ങളും തമ്മിൽ അഹല്യയ്ക്ക് പൊരുത്തക്കേട് തോന്നുന്നു. മാത്രമല്ല, രാത്രി തനിച്ചായി കഴിയുമ്പോഴേക്കും ഈ ഫീമെയിൽ കടാവർ തന്നെ ഫോളോ ചെയ്യുന്ന പോലെയൊക്കെ അഹല്യയ്ക്ക് അനുഭവപ്പെടുന്നു. ശരിക്കും ആരായിരുന്നു ആ ഫീമെയിൽ കടാവർ? ആ സ്ത്രീ എങ്ങനെയാണ് മരണപ്പെട്ടത്? അതൊരു കൊലപാതകമായിരുന്നോ? ആ സ്ത്രീയുടെ മരണത്തിന് ഈ DK ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം കണ്ടെത്താനുള്ള ഡോക്ടർ അഹല്യയുടെ ശ്രമമാണ് ബോഡി ലാബിൽ ഡോക്ടർ രജത് ആർ പറയുന്നത്. ത്രില്ലർ ജോണറുകളിൽ ഏറ്റവും ടഫ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണു അടച്ചു പറയും അത് മെഡിക്കൽ ത്രില്ലർ തന്നെയാണ്. കാരണം അങ്ങനെ എല്ലാവർക്കും എഴുതാൻ സാധിക്കുന്ന ഒരു ത്രില്ലർ ടോപ്പിക് അല്ല മെഡിക്കൽ ത്രില്ലർ എന്നത്. മെഡിക്കൽ ഫീൽഡിൽ അത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ എല്ലാത്തരം വായനക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു മെഡിക്കൽ ത്രില്ലർ എഴുതാൻ സാധിക്കൂ. അതുകൊണ്ട് മെഡിക്കൽ ത്രില്ലർ എന്ന ജോണറിനോട് 100% നീതി പുലർത്തുന്ന നോവൽ തന്നെയാണ് ബോഡി ലാബ്. പോസ്റ്റ്മോർട്ടം എന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. എന്താണ് ഈ എംബാമിങ്? എന്താണ് ഈ ലൂസിഡ് ഇന്റർവെൽ? അതുപോലെ ഒരുപാട് മെഡിക്കൽ ടേംസും ഡെഫിനിഷൻസും ഇതിലെ സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കാനും അത് ഏതൊരു വായനക്കാരനും മനസ്സിലാവുന്ന തരത്തിൽ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാനും ഡോക്ടർ രജത് ആറിന് ബോഡി ലാബിലൂടെ സാധിച്ചിട്ടുണ്ട്. അതിനാൽ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ത്രില്ലർ നോവലുകളുടെ ഗണത്തിൽ ഈ ബോഡി ലാബിനെ ഉൾപ്പെടുത്താം. അതുകൊണ്ട് വായിക്കാത്തവർ വായിക്കുക. ഡോക്ടർ രജത് ആർ എഴുതി DC ബുക്സ് പബ്ലിഷ് ചെയ്ത ബോഡി ലാബ്.